ഇടവക തിരുനാൾ ആഘോഷങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി പ്രത്യേക സർക്കുലർ പുറപ്പെടുവിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. സർക്കുലറിലേക്ക്. മിശിഹായിൽ പ്രിയ സഹോദരരെ, ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും വികാര വിചാരങ്ങളോടെയാണല്ലോ നാം ആണ്ടുതോറും പള്ളിപ്പെരുന്നാളിന് കൊടിയേറുന്നത്. വിശ്വാസ തീഷ്ണതയും കൂട്ടായ്മയുമുള്ള ഇടവക സമൂഹത്തിൻ്റെ കുടുംബാഘോഷമാണത്. അതേസമയം സാഹോദര്യത്തിൻ്റെയും സമുദായ മൈത്രിയുടെയും ദേശോത്സവമായി അത് പരിണമിക്കുകയും ചെയ്യുന്നു. ദൈവസ്തുതിയും വിശുദ്ധരോടുള്ള വണക്കവും ആത്മീയ നവീകരണവും വിശ്വാസ സാക്ഷ്യവുമെല്ലാം സമഞ്ജസമായി സംയോജിക്കുന്ന ഇടവക തിരുനാളാഘോഷം ഓരോ വിശ്വാസിക്കും സുവിശേഷ അനുഭവമാണ്. നമ്മുടെ ദൈവം നമ്മോടുകൂടെയുണ്ടെന്ന വിശ്വാസ ബോധ്യമാണ് പള്ളി തിരുനാളിൻ്റെ കാതൽ. നാം ആരും ഒറ്റപ്പെട്ടവരല്ല എന്നും ഇടവകയാകുന്ന മഹാകുടുംബത്തിൻ്റെ അംഗങ്ങളാണെന്നുമുള്ള അവബോധം ഇടവക തിരുനാൾ നമുക്ക് പകർന്നു നൽകുന്നു. ധീര രക്തസാക്ഷികളുടെയും വന്ധ്യവേദസാക്ഷികളുടെയും ജീവിത മാതൃക ആത്മീയതയിലേക്കും ദൈവസ്നേഹത്തിലേക്കും നമ്മെ നയിക്കുന്നു. ഭക്തിയും വിശ്വാസവും സ്നേഹവും അച്ചടക്കവും നിറഞ്ഞ പെരുന്നാൾ ആഘോഷങ്ങൾ സുവിശേഷത്തിന്റെ സന്തോഷം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുവാൻ ഇടയാക്കുന്നു. ആത്മീയ നിറവിൽ മാതൃകാപരമായാണ് നമ്മുടെ പള്ളികളിൽ തിരുനാളാഘോഷങ്ങൾ നടത്തപ്പെടുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നിരുന്നാലും സഭയുടെ വിശ്വാസത്തിന്റെ ഉച്ചത്തിലുള്ള പ്രഘോഷണവും നമ്മുടെ ക്രൈസ്തവ വ്യക്തിത്വത്തിന്റെ പ്രകാശനവുമായ തിരുനാളാഘോഷങ്ങൾ വർണ്ണാഭമായി നടത്തപ്പെടുമ്പോൾ അനുചിത പ്രവണതകൾ കടന്നു വരുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതും കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണോ എന്ന് പരിശോധിക്കേണ്ടതും നമ്മുടെ കടമയാണല്ലോ. കേരള കത്തോലിക്ക മെത്രാസമിതി നൽകിയ അജപാലന നിർദ്ദേശങ്ങളുടെയും പശ്ചാത്തലത്തിലും നമ്മുടെ രൂപത വൈദിക സമിതിയിലും പാസ്റ്ററൽ കൗൺസിലിലും ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ചും പള്ളിപ്പെരുന്നാൾ സംബന്ധിച്ച് നമ്മുടെ രൂപതയിൽ പാലിക്കേണ്ട അജപാലന നിർദ്ദേശങ്ങൾ നൽകുന്നു. 1. പള്ളിപ്പെരുന്നാൾ ഓരോ ഇടവക സമൂഹത്തിന്റെയും ആഘോഷമാണ്. ആളുകളെ ആകർഷിക്കുന്നതിനും മത്സരബുദ്ധിയോടുള്ള പരസ്യങ്ങൾക്കും പ്രചാരണ പരിപാടികൾക്കും അവിടെ പ്രസക്തിയില്ല. നോട്ടീസുകളിലും മറ്റും ആരാധനക്രമങ്ങൾക്കായിരിക്കണം കലാപരിപാടി പോലെയുള്ളവയേക്കാൾ പ്രാമുഖ്യം. 2. തിരുനാൾ ആഘോഷങ്ങളിൽ ധൂർത്തും ആർഭാടവും ഒഴിവാക്കേണ്ടതാണ്. തിരുനാൾ ബഡ്ജറ്റ് മുൻകൂട്ടി തയ്യാറാക്കേണ്ടതും തിരുനാളിന് ശേഷം വരവ് ചിലവ് കണക്കുകൾ യഥാസമയം നിയമാനുസൃത വേദിയിൽ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. തിരുനാൾ കണക്കുകൾ പള്ളിയുടെ പൊതുക്കണക്കിൽ ഉൾപ്പെടുത്തണം. 3. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തോടുകൂടി ഇടവക തിരുനാൾ നടത്തുന്നതാണ് മാതൃകാപരം. എങ്കിലും തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറാകുന്നവരെ അതിന് അനുവദിക്കാവുന്നതാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതിയും ഉദ്ദേശശുദ്ധിയും പരിഗണിച്ച ശേഷമേ പ്രസിദ്ധേന്തി സ്ഥാനം അവരെ ഏൽപ്പിക്കേണ്ടതുള്ളൂ. പ്രസിദ്ധേന്തി ഉള്ളപ്പോഴും തിരുനാൾ നടത്തിപ്പ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും പൊതുയോഗ തീരുമാനപ്രകാരവും വികാരി അച്ഛനും കൈക്കാരന്മാരും തിരുനാൾ കമ്മിറ്റിക്കാരും അറിഞ്ഞും ആലോചിച്ചും പരസ്പര ധാരണയോടും കൂട്ടുത്തരവാദിത്വത്തോടും കൂടിയും നിർവഹിക്കേണ്ടതാണ്. 4. തിരുനാൾ ദിനത്തോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങളിൽ മിതത്വവും ലാളിത്യവും പാലിക്കണം. ദീപാലങ്കാരങ്ങളും മറ്റും കൂദാശ ചെയ്യപ്പെട്ട പള്ളിയുടെ പവിത്രതയ്ക്ക് ഇണങ്ങുന്നതായിരിക്കണം. ദേവാലയത്തിന്റെ മുഖവാരം ലേസർ ഷോയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കൊടിതോരണങ്ങളും പരസ്യ ബോർഡുകളും പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. 5. പള്ളിത്തിരുനാൾ കേവലം ഭൗതികമായ ഉത്സവമല്ല. തിരുനാളിനോടനുബന്ധിച്ച് ഇടവക അംഗങ്ങൾ എല്ലാവരും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. ധ്യാനമോ വചനപ്രഘോഷണങ്ങളോ വഴി ആത്മീയമായി ഒരുങ്ങി ഇടവക ജനങ്ങൾ തിരുനാളിൽ പങ്കുകൊള്ളണം. കുട്ടികൾക്കും യുവജനങ്ങൾക്കും തിരുനാൾ ആഘോഷത്തിന്റെ അർത്ഥവും പ്രസക്തിയും ആത്മീയ ലക്ഷ്യങ്ങളും മനസ്സിലാക്കി കൊടുക്കണം. അത് കേവലം ഒരു മെഗാ ഷോയോ ലൈവ് ഈവന്റോ ആയി അവർ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്. 6. തിരുനാൾ ആഘോഷങ്ങൾ ആരാധനക്രമ കേന്ദ്രീകൃതമായിരിക്കണം. തിരുനാൾ കുർബാന പാട്ടിനു മാത്രം പ്രാധാന്യമുള്ള ഗാനമേളയായി മാറരുത്. ഇടവകയുടെ ആത്മീയ പിതാവും ദൈവാരാധനയുടെ അധ്യക്ഷനുമെന്ന നിലയിൽ പ്രധാന കുർബാനയ്ക്ക് വികാരി അച്ഛൻ മുഖ്യ കാർമ്മികനാകുന്നതാണ് ഉത്തമം. തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കുമ്പോൾ പള്ളി കോമ്പൗണ്ടിൽ ഒതുങ്ങി നിൽക്കത്തക്ക വിധം ശബ്ദം ക്രമീകരിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. 7. പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഇടവകയിലെ പരേതരെ അനുസ്മരിക്കുന്നതും നല്ലതാണ്. എന്നിരുന്നാലും നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ദനഹാകാലത്തെ അവസാന വെള്ളിയാഴ്ച, നോമ്പുകാലം തുടങ്ങുന്നതിന് മുൻപുള്ള വെള്ളിയാഴ്ച സകല മരിച്ചവരെയും അനുസ്മരിക്കുന്ന രീതി ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. 8.
തിരുനാൾ പ്രദക്ഷിണം ശക്തിപ്രകടനമോ ആർഭാട പ്രദർശനമോ ആകരുത്. അത് ഭക്തി നിർഭരവും നാടിന് മാതൃക നൽകുന്നതുമാകണം. വിശ്വാസികൾ ഭക്തിയോടും സന്തോഷത്തോടും കൂടി ഒന്നു ചേർന്ന് സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയാണത്. തിരുസ്ലീവയും തിരുസ്വരൂപങ്ങളും തിരുശേഷിപ്പുകളുമാണ് അതിൽ സംവഹിക്കപ്പെടുക. സങ്കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ആലപിച്ചുകൊണ്ടുള്ള ഈ ഘോഷയാത്ര വിശ്വാസത്തിന്റെ പരസ്യ പ്രഘോഷണവും നാടിനും നാട്ടുകാർക്കും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുമാണ്. പ്രദക്ഷിണത്തിന് അമിത ദൈർഘ്യം ഉണ്ടാകരുത്. ക്രമവും ചിട്ടയും സുരക്ഷിതത്വവും ഉറപ്പാക്കണം. സിവിൽ അധികാരികളിൽ നിന്നും നിയമപരമായ അനുമതികൾ മുൻകൂട്ടി നേടിയിരിക്കണം. യാതൊരു കാരണവശാലും ഗതാഗത തടസ്സമോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ ഉണ്ടാക്കരുത്. നാസിക് തുടങ്ങിയ അമിത ശബ്ദാഘോഷങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പ്രദക്ഷിണം രാത്രി അധികം വൈകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 9. കലാപരിപാടികൾ ക്രൈസ്തവ മൂല്യങ്ങളും സാംസ്കാരിക പാരമ്പര്യങ്ങളും പരിപോഷിപ്പിക്കുന്നതായിരിക്കണം. തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ജനങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഗാനമേള നടത്തുന്നുവെങ്കിൽ ദേവാലയ അന്തരീക്ഷത്തിന് ചേരുന്ന ഗാനങ്ങൾ മാത്രം ആലപിക്കാൻ നിർദ്ദേശം നൽകേണ്ടതാണ്. 10. തിരുനാളിനോടനുബന്ധിച്ചുള്ള കരിമരുന്ന് കലാപ്രകടനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അപകടങ്ങൾ ഒഴിവാക്കാനും തിരുനാൾ ചെലവ് ഗണ്യമായി കുറയ്ക്കുവാനും ഇതുമൂലം സാധിക്കും. വെടിക്കെട്ട് നടത്തുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായും പാലിക്കേണ്ടതാണ്. 11. തിരുനാൾ ആഘോഷ പരിപാടികളിൽ ഇടവകയിലെ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഭക്തസംഘടനകൾക്കുമെല്ലാം ക്രിയാത്മകമായി പങ്കുവഹിക്കാൻ സാധിക്കത്തക്ക വിധം കാര്യങ്ങൾ ക്രമീകരിക്കണം. ചുരുക്കം ചിലർ മാത്രം എല്ലാം ചെയ്യുന്ന രീതി അഭികാമ്യമല്ല. 12. കുരിശുപള്ളികളിലെയും കപ്പേളകളിലെയും തിരുനാൾ ആഘോഷം കഴിവതും ലളിതമാക്കണം. 13. തിരുനാൾ നടത്തുവാൻ ചിലവഴിക്കുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന രീതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. 14. തിരുനാൾ ആഘോഷങ്ങളിൽ ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ക്രൈസ്തവ ജീവിതശൈലിക്ക് ചേരാത്തതും വിശുദ്ധരെയും വേദസാക്ഷികളെയും അപമാനിക്കുന്നതുമാണ്. ഈശോയിൽ പ്രിയ സഹോദരരെ, തിരുനാളുകൾ മാതൃകാപരമാക്കാൻ ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് വെക്കുന്നത് അഭികാമ്യമല്ല. ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനുമുള്ള മനുഷ്യന്റെ നൈസർഗികമായ പ്രവണതകൾക്ക് ക്രൈസ്തവ ജീവിതത്തിലും സ്ഥാനമുണ്ട്. മിശിഹാ ശിഷ്യരുടെ കുലീനതയും മാന്യതയും തിരുനാൾ ആഘോഷത്തിൽ തെളിഞ്ഞു നിൽക്കണം. ഇത് ഇടവക സമൂഹത്തിന്റെ കൂട്ടായ്മയും ഐക്യവും ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. തിരുനാൾ ആഘോഷം ദൈവജനത്തിന്റെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുന്നതും വിശ്വാസ സാക്ഷ്യത്തിനുതകുന്നതും ഇടവക സമൂഹത്തിലെ എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും നൽകുന്നതുമായിരിക്കണം. മിശിഹായിൽ സ്നേഹപൂർവ്വം ബിഷപ്പ് ജോസ് പുളിക്കൽ, കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ എന്ന വാക്കുകളോടെയാണ് അഭിവന്ദ്യ പിതാവിന്റെ സർക്കുലർ അവസാനിക്കുന്നത്.